അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തു താരിഖ് 5, 6, 7 സൂക്തങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ്. എന്തിൽ നിന്നാണ് താൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ. ഖുലിഖ മിമ്മാഇൻ ദാഫിഖ്. തെറിച്ചു വീഴുന്ന ദ്രാവകത്തിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. മുതുകല്ലിൻ്റെയും വാരിയല്ലുകളുടെയും ഇടയിൽ നിന്നും പുറപ്പെടുന്ന. ഫൽ യൻദുർ ചിന്തിക്കട്ടെ അൽ ഇൻസാൻ മനുഷ്യൻ മിമ്മ എന്തിൽ നിന്നാണ് ഖുലിഖ അവൻ സൃഷ്ടിക്കപ്പെട്ടത്. ഖുലിഖ അവൻ സൃഷ്ടിക്കപ്പെട്ടു മിമ്മാ ഇൻ വെള്ളത്തിൽ നിന്ന്, ദാഫിഖ് തെറിച്ചു വീഴുന്ന, യഖ്റുജു അത് പുറപ്പെടുന്നു മിംബൈനി ഇടയിൽ നിന്ന്, അസുൽബി മുതുകലിൻ്റെയും, വത്തറായിബ് മാറല്ലുകളുടെയും. ആകാശലോകത്തേക്കാണ് ആദ്യം അള്ളാഹു ശ്രദ്ധ ക്ഷണിച്ചത്. ഇവിടെ മനുഷ്യനെ സ്വന്തം അസ്തിത്വത്തിലേക്ക് ശ്രദ്ധിക്കാൻ അള്ളാഹു പ്രേരിപ്പിക്കുകയാണ്. അവൻ ചിന്തിക്കട്ടെ, എങ്ങനെയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ നിസ്സാരത എത്രമാത്രം ഗൗരവപ്പെട്ടതാണ്. വളരെ നിസ്സാരമായ ഒരു ജലത്തുള്ളിയിൽ നിന്നും, തെറിക്കുന്ന ഒരു ദ്രാവകത്തിൽ നിന്നുമാണ് അവൻ്റെ സൃഷ്ടിപ്പ്. അതിൽ നിന്നാണ് ഇത്രയേറെ ശേഷിയും ക്ഷേമുഷിയുമെല്ലാമുള്ള ഒരു മനുഷ്യൻ്റെ സൃഷ്ടി. അത് അള്ളാഹുവിൻ്റെ കഴിവാണ്. അള്ളാഹുവാണ് ഇങ്ങനെയെല്ലാം ഒരു ജലത്തുള്ളിയെ ആക്കി മാറ്റിയത്. കോടിക്കണക്കിന് പിതൃബീജങ്ങളിലൊന്നിനെയും മാതാവിൻ്റെ അണ്ടത്തെയും കൂട്ടി യോജിപ്പിച്ച് മനുഷ്യ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തിയത്, ഗർഭപാത്രത്തിനകത്ത് വെച്ച് പടിപടിയായി വളർത്തിയത്, ഭൂമിയിലേക്ക് പ്രസവിക്കപ്പെടും മുമ്പ് തന്നെ ഒരുപാട് കഴിവുകൾ അവനിൽ സന്നിവേശിപ്പിച്ചത് എല്ലാം പടച്ചവനാണ്. അവൻ്റെ സൃഷ്ടിപ്പിന് നിദാനമായ ദ്രാവകം നട്ടെല്ലിൻ്റെയും വാരിയല്ലുകളുടെയും ഇടയിൽ നിന്നാണ് അള്ളാഹു ഉൽപ്പാദിപ്പിച്ചത്. ഒരാൾക്ക് കാല് നഷ്ടപ്പെട്ടാലും കൈ നഷ്ടപ്പെട്ടാലും അങ്ങനെ അംഗവൈകല്യത്തോടെ ജീവിക്കേണ്ടി വന്നാലും അയാൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് അത് തടസ്സമല്ല. അള്ളാഹു നിശ്ചയിച്ച ബീജത്തുള്ളികളിലൊന്ന് അണ്ഡവുമായി കൂടിച്ചേരുമ്പോൾ സൃഷ്ടിപ്രക്രിയ നടക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യക്ഷത്തിൽ വളരെ സങ്കീർണമായ സൃഷ്ടിപ്രക്രിയ അള്ളാഹു വളരെ എളുപ്പത്തിൽ അവൻ്റെ കഴിവ്, അവൻ്റെ ശക്തി, അവൻ്റെ യുക്തി അതിലൂടെ നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പടച്ചവൻ നിങ്ങളെ സൃഷ്ടിച്ചെടുത്തെങ്കിൽ, നിങ്ങളെ വളർത്തിയെങ്കിൽ, നിങ്ങളൊന്ന് ചിന്തിക്കൂ നിങ്ങളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച്, റബ്ബിൻ്റെ കഴിവിനെക്കുറിച്ച്, നിങ്ങളെ വളരെ നിസ്സാരമായൊരവസ്ഥയിൽ നിന്നും ഇങ്ങനെയൊക്കെ എത്തിച്ച ഒരു നാഥനെക്കുറിച്ച്. ആ ചിന്ത അവനിലേക്ക് നിങ്ങൾ എത്തിക്കണം. അവൻ നിശ്ചയിച്ചൊരു ലോകത്തെ അംഗീകരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കണം. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ 4 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. ഖ ഖ صاد صاد ظا ظا قاف قاف. ഫൽയൻദുർ അൽ ഇൻസാൻ. രണ്ടിടത്തും ഇഖ്ഫ ആണ് നിയമം. സുക്കൂനുള്ള നൂനിന് ശേഷം ലാ, മറ്റൊരിടത്ത് സീന് വന്നിരിക്കുന്നു, മറച്ച് മണിക്കുക. മിമ്മ മീം ഇരട്ടിച്ച് വന്നിരിക്കുന്നു, മണിക്കുക. മിമ്മാ ഇൻ സുക്കൂനുള്ള നൂനിന് ശേഷം മീമ് വന്നു, കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതുക. ഇദ്ഗാം ബിഗുന്ന. മാ ഇൻ ഒരൊറ്റ വാക്കിൽ മദ്ദിൻ്റെ അലിഫും അതേ വാക്കിൽ തൊട്ടുടനെ ഹംസും വന്നു. 4 അനക്കം വരെ നിർബന്ധമായും നീട്ടുക. മദ് വാജിബ് മുത്തസിൽ. മിംബൈനി സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നു. ആ നൂനിനെ ഉച്ചാരണത്തിൽ മാത്രം മീമാക്കി മാറ്റി മറിച്ച് മണിച്ച് ഓതുക. ഇഖ്ലാബ് എന്നാണ് നിയമത്തിൻ്റെ പേര്. ഇഖ്ലാബിന് ഒറ്റ അക്ഷരമേ ഉള്ളൂ, അത് ബാ ആണ്. മാ ഇൻ ദാഫിഖ് തൻവീനിന് ശേഷം ദാൽ വന്നിരിക്കുന്നു, മറച്ച് മണിക്കുക. ഇഖ്ഫാ. തറായിബ് ഒറ്റ വാക്കിൽ മദ്ദിൻ്റെ അലിഫും തൊട്ടുടനെ ഹംസും വന്നു. 4 അനക്കം നിർബന്ധമായും നീട്ടുക. മാ എന്നതിൻ്റെ അതേ നിയമമാണ്. മദ് വാജിബ് മുത്തസിൽ. فلينظر الإنسان مما خلق فلينظر الإنسان مما خلق خلق من ماء دافق خلق من ماء دافق يخرج من بين الصلب والترائب يخرج من بين الصلب والترائب. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.